വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. 17 അധ്യായങ്ങളുടെയും സാരസംഗ്രഹമാണ് ഈ 18-ാം അധ്യായം. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ളതും ഈ അധ്യായത്തിലാണ്. 17 അധ്യായങ്ങളിലൂടെ ആത്മചൈതന്യത്തോടു കൂടിയ ശരീരം കൊണ്ട് കർമ്മങ്ങളെ ധാർമ്മികമായി ചെയ്ത് മനഃശുദ്ധി നേടി ആത്മോന്നതിയിൽ ഉയരാനുള്ള മാർഗങ്ങളെ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നു. തുടർന്ന് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളെ 18-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്നു. സംസാരത്തിൽ നിന്നുള്ള നിവൃത്തിയാണ് മോക്ഷം. അതിനാൽ മോക്ഷസന്യാസ യോഗം എന്ന് പേർ നൽകിയിരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അർജുനൻ ഭഗവാനോട് ത്യാഗം, സന്യാസം എന്ന 2 വാക്കുകളുടെയും താത്വികമായ അർത്ഥം പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നു. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം മനീഷിണഃ. അർജുന, കർമ്മങ്ങളെ ചെയ്യുകയും കർമ്മഫലങ്ങളെ ത്യജിക്കുകയും ചെയ്യുന്നതാണ് ത്യാഗം. ഇങ്ങനെ കർമ്മഫലങ്ങളെ ത്യജിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്തോറും മനസ്സ് ശുദ്ധമായി വിശാലമായി വൈരാഗ്യമുള്ളതായി തീരുന്നു. കർമ്മഫലങ്ങളെ ത്യജിച്ച് ശുദ്ധമായ മനസ്സിൽ നീചവാസനകളും കർമ്മഫല പ്രതീക്ഷകളും ക്ഷയിച്ച് അഹന്തയും മമതയും കുറഞ്ഞ് ആത്മനിയന്ത്രണം കൈവരുന്നു. അഹന്ത മമത പരിത്യാഗമാണ് സന്യാസം എന്ന് ഭഗവാൻ പറയുന്നു. ത്യാഗമനോഭാവമില്ലെങ്കിൽ സന്യാസം കൈവരിക്കാൻ ആവില്ല. അതിനാൽ ത്യാഗം മാർഗവും സന്യാസം ലക്ഷ്യവുമാണ്. ത്യാഗത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നു. യജ്ഞദാനതപകർമാനത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം. അർജുന, യജ്ഞദാന തപകർമ്മങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവയാണ്. അതിനാൽ അവയെ ഒരിക്കലും ത്യജിക്കരുത്. ഒട്ടലും ഫലപ്രതീക്ഷയും ഇല്ലാതെ ഈ കർമ്മങ്ങളെ ചെയ്യണം എന്ന് പറയുന്നു. ത്യാഗോ ഹി പുരുഷവ്യാഘ്രാ ത്രിവിധ സംപ്രകീർത്തിതഃ. അർജുന, ത്യാഗം 3 വിധത്തിലാണ്. നീ കേട്ടുകൊള്ളു. യജ്ഞം, ദാനം, തപകർമ്മങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവയായതുകൊണ്ട് അവയെ ഒരിക്കലും ത്യജിക്കരുത്. ഈ നല്ല കർമ്മങ്ങളെ ചെയ്യാനുള്ള സന്മനസ്സില്ലാതെ അറിവില്ലായ്മ കൊണ്ട് അതിനെ ത്യജിക്കുന്നതാണ് താമസത്യാഗം. മനസ്സ് കൂടുതൽ അജ്ഞതയിലോട്ട് തള്ളപ്പെടുന്നു. ഈ സത്കർമ്മങ്ങളെ ബുദ്ധിമുട്ടുള്ളവയാണെന്ന് വിചാരിച്ച് ശരീരക്ലേശം ഭയന്ന് ചെയ്യാതിരിക്കുന്നതാണ് രാജസത്യാഗം. നിയതകർമ്മം ഒരിക്കലും ത്യജിക്കരുത്. അർജുന, യജ്ഞദാന തപകർമ്മങ്ങളെ സ്വന്തം വിഹിത കർമ്മമാണെന്നറിഞ്ഞ് സംഘവും ഫലേച്ഛയും വെടിഞ്ഞ് ചെയ്യുന്നവൻ സാത്വികത്യാഗിയാണ്. സാത്വികത്യാഗിയുടെ മനസ്സ് ശുദ്ധമായതിനാൽ കാമം, ക്രോധം, അസൂയ മുതലായ വികാരങ്ങൾ അവനെ ബാധിക്കുന്നതേയില്ല. സത്വഗുണസമ്പൂർണനായ ആ മേധാവി അസുഖകർമ്മങ്ങളെ വെറുക്കുന്നുമില്ല, സുഖകർമ്മങ്ങളെ ആഗ്രഹിക്കുന്നുമില്ല. നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയഃ. അർജുന, കർമ്മത്തെ അല്ല കർമ്മഫലത്തെയാണ് ത്യജിക്കേണ്ടത് എന്ന് സാത്വികത്യാഗിക്ക് നന്നായി അറിയാം. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗി ഇത്യഭിധീയതേ. ശരീരമുള്ളിടത്തോളം കാലം നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം അർജുന. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ നാം ചെയ്യണം. ഇനി
കർമ്മഫലങ്ങൾ 3 വിധമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇഷ്ടം, അനിഷ്ടം, മിശ്രം എന്ന 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളാണ് മനുഷ്യർക്ക് മരണശേഷം ലഭിക്കുന്നത്. ഇവ സത്കർമ്മങ്ങളുടെ ഫലമായി ഇഷ്ടങ്ങളായ സുഖാനുഭവങ്ങളും ദുഷ്കർമ്മങ്ങളുടെ ഫലമായി അനിഷ്ടങ്ങളായ ദുഃഖാനുഭവങ്ങളും പാപപുണ്യകർമ്മങ്ങൾ ചേർന്ന് സുഖദുഃഖങ്ങൾ മിശ്രമായ അനുഭവങ്ങളും ഉണ്ടാകുന്നു. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണാഫലം ഭവത്യത്യാഗിനാം പ്രീത്യ ന തു സന്യാസിനാം ക്വചിത്. അർജുന, സാധാരണ ജനങ്ങൾ കർമ്മത്തിലും കർമ്മഫലത്തിലും ആസക്തരാണ്. അതിനാൽ കർമ്മഫലങ്ങൾ അവരെ ബാധിക്കുന്നു. കർമ്മഫലങ്ങൾ നിശേഷം ത്യാഗം ചെയ്ത ത്യാഗിക്ക് കർമ്മഫലങ്ങൾ ബാധിക്കുന്നില്ല. തുടർന്ന് ഭഗവാൻ പറയുന്നു, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന ഏത് കർമ്മത്തിനും 5 ഘടകങ്ങൾ ഉണ്ട്. നമ്മുടെ ശരീരം തന്നെയാണ് കർമ്മത്തിനുള്ള അധിഷ്ഠാനം. ചെയ്യുന്ന ആൾ തന്നെയാണ് കർത്താവ്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കരണങ്ങൾ. ഈ കർമ്മം, ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതാണ് കർമ്മം, നാം ചെയ്യുന്ന പ്രവൃത്തി. ഇതിനെ എല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ശക്തിയാണ് ദൈവം. ഇങ്ങനെ 5 ഘടകങ്ങൾ ചേർന്നാലാണ് നമുക്കൊരു കർമ്മം ചെയ്യാൻ സാധിക്കുക. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.